നമസ്കാരം. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് എത്താറായല്ലേ? അപ്പോൾ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് സോക്കിംഗ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ, ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമ്മൾ ട്രഡീഷണലായിട്ട് പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 സിറപ്പുകളാണ് പരിചയപ്പെടുന്നത്. കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രിക്കിൾ സിറപ്പാണ്. ട്രിക്കിൾ സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കിന് നല്ല ഡാർക്ക് കളർ അല്ലേ? അപ്പോൾ ആ കളർ കൊടുക്കുന്നത് ഈ സിറപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അളിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ ട്രിക്കിൾ സിറപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിങ്ങനെ തയ്യാറാക്കി വെച്ച് ഏകദേശം 5 മുതൽ 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമേ. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ട്രിക്കിൾ സിറപ്പ് കൊണ്ട് എനിക്കൊരു 4-5 കേക്കെങ്കിലും തയ്യാറാക്കാൻ പറ്റുമേ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സിറപ്പ് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിൽ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നല്ല കരിഞ്ഞ മണമൊക്കെ വരുവേ. അത്യാവശ്യം നല്ല പുകയും വരും കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കാൻ നിൽക്കേണ്ട. നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആവണേ. ഇപ്പോൾ നോക്കിയേ, ഏകദേശം ഒരു ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ പഞ്ചസാര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ആ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പഞ്ചസാര കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും പഞ്ചസാര. അത് അല്പം കഴിയുമ്പോൾ ശരിയായിക്കോളും, എല്ലാം അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇനി കുറച്ച് സമയം ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവേ. ഒരുപാട് കുറുകി പോകണ്ട, കാരണം നമ്മളിത് തണുക്കാൻ വെക്കുമ്പം കുറച്ചും കൂടെ കുറുകി വരുവേ. അതുകൊണ്ട് ഒരുപാട് കുറുക്കിയെടുക്കരുത്. ഇനി ഒരുപാട് കുറുകി പോയെന്ന് തോന്നുവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇരിക്കും തോറും ഇത് കുറുകി വരും. അപ്പം നമ്മുടെ ട്രിക്കിൾ സിറപ്പ്, നമ്മുടെ പ്ലം കേക്കിന് നല്ല ഡാർക്ക് കളർ കൊടുക്കുന്ന ട്രിക്കിൾ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പ്ലം കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ട്രിക്കിൾ സിറപ്പൊക്കെ ചേർത്തിട്ട് വേണം കേട്ടോ തയ്യാറാക്കാൻ. അപ്പോൾ നല്ലൊരു കളർ കിട്ടുമേ നമ്മുടെ പ്ലം കേക്കിന്. എന്ത് രസമല്ലേ ഇത് കാണാൻ തന്നെ. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കാരമൽ സിറപ്പാണ്. കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ പഞ്ചസാര ഇത്രയും കരിച്ചൊന്നും എടുക്കണ്ട. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കുക, വെള്ളമൊന്നും ചേർക്കരുത്. ദേ ഇപ്പം നിങ്ങൾക്ക് കാണാം, സൈഡിൽ നിന്നെല്ലാം പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒന്ന് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പഞ്ചസാരയെല്ലാം പെട്ടെന്ന് നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ കളറാണ്. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടില്ലേ? അപ്പോൾ ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടണേ. ഈ ഒരു കളർ എത്തുമ്പം നമുക്കിനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തന്നെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കണേ. ചില സമയങ്ങളിൽ ഇതൊന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയാൽ മതിയേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ തയ്യാറായി കിട്ടും. അപ്പോൾ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ 2 സിറപ്പും ചേർത്തൊന്ന് തയ്യാറാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.